ഉണ്ടാവില്ലേ സാറേ? ആ സാറിന്റെ വീടിന്റെ ചെവിലിന് വന്ന് നിൽക്കുക, സാറ് പറയുന്നതൊക്കെ എന്തുവാന്ന് കേൾക്കുക, ഇതൊക്കെ എന്തൊരു ഇതാ സാറേ? ഞങ്ങളെ ചീത്ത വിളിക്കുക, ഞങ്ങളെ മാത്രം ചീത്ത വിളിക്കുക, എന്തുവാ ഇങ്ങനെ തുണി പൊക്കി കാണിക്കുക. അതുപോലെ അതുപോലെ സാറേ ഞാൻ കഴിഞ്ഞ ദിവസം മാവേലിക്കരെ പോയി തിരിച്ചു വരുമ്പോൾ ഇവൻ എന്നെ ആക്രമിക്കാനായിട്ട് വരിക, ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ. അതുമെല്ലാം ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇവരെന്തോ സാർ ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെ ഫോളോ ചെയ്യുക, ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക. നമ്മുടെ സത്യം പറഞ്ഞാൽ അന്ന് ഇവൻ ഈ SNDP ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ ഒരു ശീലൻ എന്ന് പറയുന്ന ഒറ്റരോട് സംസാരിച്ച് നിൽക്കുന്ന കണ്ടോണ്ട് നമ്മൾ ഓടി വരിക. എന്റെ അമ്മ ഇവിടെ ഒറ്റയ്ക്കുള്ള 88 വയസ്സുണ്ട്, അതുകൊണ്ട് അമ്മ പറയും കൂട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞ് നമ്മൾ കൂട്ടിക്കൊണ്ടാ പോകുന്നത്. തിരിച്ചു വന്ന് തുറന്ന് നമ്മളെ താഴെ തുറന്നപ്പോഴേ ഇവൻ ചാടി വന്ന് നമ്മളെ പുറകിൽ വന്ന് നമ്മളെ ആക്രമിക്കാൻ വരിക. എന്തോ സാറേ ഞങ്ങൾക്ക് ജീവിക്കണ്ടായോ പെണ്ണുങ്ങൾക്ക്? നമ്മളൊരു ഡിവോഴ്സ് ആണ്, പെണ്ണുങ്ങൾക്ക് ജീവിക്കണ്ടായോ സാറേ? വ്യഭിചാരികളെ അങ്ങനെയല്ലയോ? എന്റെ അമ്മ എന്തോ ആലപ്പുഴയിൽ പിടിച്ചിറക്കി, എന്റെ അച്ഛന്റെ മക്കളല്ല എന്റെ അമ്മയ്ക്കുള്ളത്, സഹദേവന്റെ മക്കളല്ല. അങ്ങനെ പല പല രീതിയിലുള്ള സംസാരങ്ങളാണ് സംസാരിക്കുന്നത്. ഹലോ, ഞങ്ങളുടെ അച്ഛനല്ല എന്റെ സഹദേവൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ അച്ഛനല്ല എന്നൊക്കെ ഇവന്മാര് പറയുന്നത്. സാറിനോട് അങ്ങനെ വല്ലവരും പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതെ, അങ്ങനെ എല്ലാവർക്കും ഒന്ന് പറയാം. സാറിനെ അങ്ങനെ നിന്റെ അച്ഛൻ ഇന്ന ആളല്ലെന്ന്, സാറിന്റെ അച്ഛനല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു വർഷം കൊണ്ട് വന്നിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല സാറേ, പരാതി കഴിഞ്ഞ് വന്നിട്ടില്ല. അന്വേഷിക്കാന്ന് പറഞ്ഞ ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല, അന്വേഷിക്കാന്ന് പറഞ്ഞ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങള് അന്വേഷിക്കാന്ന് പറഞ്ഞ് പലതും ലേഖർ അടിക്കുക, ഇതൊന്നും അന്വേഷിച്ചിട്ടില്ല. നമ്മുടെ കറണ്ട് കളയുക, അതും ഇന്നലെ ഇലക്ട്രിസിറ്റി ബോർഡുകാർ പറഞ്ഞു നിങ്ങളുടെ കറണ്ട് ഞങ്ങൾ ഓഫ് ചെയ്തിട്ടില്ല, ഇവിടോട്ടുള്ള കറണ്ട് ഓഫ് ചെയ്തിട്ടെന്ന് അവർ പറഞ്ഞു. അന്നേരവും സാറേ ഇതാരാ മറ്റുള്ളവരെ ഞങ്ങളുടെ കറണ്ടൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇവരാരാ സാറേ? അവരാണോ ഇത് ക്രിമിനൽ കുറ്റമല്ലയോ? മറ്റുള്ളവരുടെ വീട്ടിലെ കറണ്ട് കൺട്രോൾ ചെയ്യുന്നത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമില്ലയോ? അല്ല, പക്ഷെ അവരല്ല കളയുന്നത്. ഞങ്ങളുടെ കറണ്ട് ഒരു ദിവസം 5 8 പ്രാവശ്യം കളയുന്നത് ഈ അടുത്തുള്ളവരാ. ഏതാണ്ട് ചിപ്പ് വെച്ച് പണ്ട് കൊട്ടാരക്കര നടന്നോ ഉള്ളവർ. അപ്പൊ ഞങ്ങൾ ആർക്കാ പരാതി കൊടുക്കേണ്ടത്? പോലീസിനല്ലേ പരാതി പറയേണ്ടത്? പോലീസിനോടല്ലയോ? അങ്ങനെയാണോ? അത് നമുക്കറിയില്ല. പക്ഷെ അന്ന് ഒരിക്കൽ കൊട്ടാരക്കര ഇതുപോലെ സംഭവം നടന്നു. അതുപോലുള്ള സംഭവങ്ങൾ എവിടെ നടക്കുന്നത്? ആ, അത് നമുക്കറിയത്തില്ല. ഇപ്പോഴാണ് അത് പറയുന്നത്. നമ്മളെ തുണി പൊക്കി കാണിക്കുന്നതൊന്നും അവർക്കല്ലോ പരാതി കൊടുക്കേണ്ടത്. ക്യാമറ എന്ന് വെച്ചാൽ നമ്മളെ തുണി പൊക്കി കാണിക്കുന്നത്, അവൻ ചീത്ത വിളിക്കുന്നത് നമ്മൾ വീഡിയോ പിടിച്ചിട്ടുണ്ട്. എന്നും നിരന്തരം. ഓക്കെ സർ, ഓക്കെ ഓക്കെ.
ആ ഹലോ, ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആളല്ലേ? ആ അല്ല, നിങ്ങളിപ്പോ ഇന്നോ ഇന്നലെയോ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. ആ എന്താ മനഃപൂർവ്വം ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നതാണ് എന്ത് വേറെയൊക്കെ കടകളൊക്കെ ഒത്തിരി അങ്ങനെയൊക്കെ ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്നുവെച്ചാൽ കുറച്ച് പേര് വരിക, അങ്ങനെ അങ്ങനെ ചില ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങളോട് ഞങ്ങൾ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏഹ് അങ്ങനെ വല്ല എന്തോ അല്ല, ചില ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടോട്ട് വരുന്നുടനെ വേറെ 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 ചില കാര്യങ്ങളൊക്കെ അങ്ങനൊന്നും പലരും നമ്മൾക്കെതിരെ പറഞ്ഞു തരാൻ കാണും. അതൊന്നും ഇതാക്കേണ്ട കാര്യമില്ല കേട്ടോ. ഏഹ് ആ ആ മറ്റവർ തരത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾക്കപ്പം എന്തുവാ ഒത്തിരി വേറൊരാൾക്ക് കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വഴി ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഓരോരുത്തർക്ക് വഴി കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളില്ലല്ലോ. ആ അതാ കിഴക്ക് പ്രദേശത്തോട്ട് ആക്കുന്നതാണ് ഇതാക്കുന്നത്. ആ ആ ആ ആ ആ ആ അത് മറ്റേ ഇനി ആയാലും വരുമല്ലോ. അല്ലെങ്കിൽ പറ്റില്ലയോ അങ്ങനെയൊക്കെ ഉള്ളത്. ഉം, ഉം, ഉം. ആ ആ ആ ആ ആ ശരി ശരി. അല്ല, ഇങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പം ഇത് ചിലവര് ചോദിക്കുന്നത് വഴിക്ക് വലിയ വിലകൾ തന്നെ ചോദിക്കും. ഒക്കെ അറിയാമല്ലോ. അപ്പൊ ഇനി പിന്നൊരിക്കൽ ഇതായിരിക്കത്തില്ല ഞങ്ങൾ ചോദിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് സംസാരിക്കത്തില്ല. കാരണം നമ്മൾ ആർക്കെങ്കിലും കൊടുക്കും. അങ്ങനെയായിരിക്കും.